ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോട്ടലിൽ വെച്ച് സാക്ഷികളോട് സംസാരിച്ചതിന് ശേഷം അർച്ചന അവിടെ നിന്നും വരികയാണ്. പിന്നീട് ദീപ്തിയെ കാണുന്നുണ്ട്. അവിടെ വെച്ച് ആ രക്ഷകനെ കണ്ട കാര്യം അർച്ചന ദീപ്തിയോട് പറയാണ്. ദീപ്തി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നീട് നീ അയാളെ കണ്ടില്ലേ? നിന്നെ കണ്ടിട്ടും അയാൾ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കിയതായിരിക്കാം. നിനക്ക് റിസപ്ഷനിലെങ്കിലും അന്വേഷിക്കാമായിരുന്നില്ലേ? സത്യത്തിൽ നിനക്ക് അയാളെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് അയാളെ കുറിച്ച് അറിയാനൊന്നും ആഗ്രഹമില്ല. പെട്ടെന്ന് അവിടെ വെച്ച് അയാളെ കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി എന്ന് അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അയാൾ ചിലപ്പോൾ സിറ്റിയിൽ എന്തെങ്കിലും ആവശ്യത്തിനായി വന്നതായിരിക്കും. അയാളുടെ ഡീറ്റെയിൽസ് അറിയാൻ അധികം പണിയൊന്നുമില്ല. റിസപ്ഷനിൽ പോയി എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അവിടുത്തെ CCTV പരിശോധിച്ചാലും അറിയാൻ കഴിയല്ലോ. നിനക്ക് അയാളെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷം തന്നെ അങ്ങോട്ടേക്ക് പോവാം. എന്താ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് അയാളെ കുറിച്ച് അറിയാൻ ഒരാഗ്രഹവുമില്ല. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ താല്പര്യപ്പെടുന്നതെന്ന് അർച്ചന ചോദിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ പോട്ടെ, വേണ്ട, നമ്മൾ ഈ വിഷയം ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണെന്ന് പറയാണ്. അതിനുശേഷം രാത്രിയിൽ കോടതിയിൽ നിന്നും അർച്ചന വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അർച്ചന വരുന്നതും അർച്ചനയോട് മാപ്പ് പറയാനായി അച്ചു പോവുകയാണ്. അച്ചു വന്ന് ചേച്ചിയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചന അതൊന്നും മെയിൻ ചെയ്യാതെ മഞ്ജുവിനോട് രമ്യയോടും സംസാരിക്കുകയാണ്. ഉണ്ണിമോൾക്കൊരു പാവക്കുട്ടി വാങ്ങി വന്നിട്ടുണ്ട്. അർച്ചന അത് മഞ്ജുവിനോട് കൊടുക്കുകയാണ്. രമ്യയോട് എന്നിട്ട് പറയുന്നുണ്ട്, രമ്യ എനിക്ക് നല്ല തലവേദന, കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ്. രമ്യ ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് തരാം ചേച്ചിയെന്ന്. അച്ചു വീണ്ടും ചേച്ചി എനിക്ക് ചേച്ചിയോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞ് അർച്ചന റൂമിലേക്ക് പോവുകയാണ്. രമ്യ അടുക്കളയ്ക്ക് പോയതിനു ശേഷം മഞ്ജു അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ ചേച്ചി നിന്നെ മെയിൻ ചെയ്യാതെ പോയത് എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഞാൻ ചെയ്തു വെച്ചത്. ചേച്ചിയുടെ മനസ്സിൽ ഞാനിപ്പോൾ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്തവനും തെറ്റുകാരനുമാണ്. ഞാൻ ഇനി എങ്ങനെ ചേച്ചിയെ വിശ്വസിപ്പിക്കും? എന്തായാലും എനിക്ക് ചേച്ചിയോട് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് അച്ചു അർച്ചനയുടെ അടുത്തേക്ക് പോവാനായി നിൽക്കുമ്പോൾ രുക്കു അച്ചുവിന്റെ കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ മാപ്പൊന്നും പറയാൻ പോവണ്ട. മാപ്പ് ചോദിച്ച് കരഞ്ഞ് കാലു പിടിക്കാനുള്ള തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചേച്ചിയോട് മാപ്പ് ചോദിച്ച് നീ എന്നെ കൂടി നാണം കെടുത്തരുത് എന്ന് രുക്കു പറയുമ്പോൾ അച്ചു ദേഷ്യത്തോടെ രുക്കുവിനോട് പറയുന്നുണ്ട്, പറ്റില്ല, എനിക്ക് ചേച്ചിയോട് മാപ്പ് ചോദിക്കണം. ചേച്ചി ഇങ്ങനെ മിണ്ടാതെ നടക്കുമ്പോൾ എന്റെ മനസ്സ് കിടന്നുരുകയാണ്. എനിക്ക് ചേച്ചിയോട് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞ് രുക്കുവിന്റെ കൈ മാറ്റിക്കൊണ്ട് അച്ചു അർച്ചനയുടെ അടുത്തേക്ക് പോവുകയാണ്. രുക്കുവിനോട് അപ്പോ മഞ്ജു പറയുന്നുണ്ട്, അവന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? മാപ്പ് ചോദിക്കാനുള്ള തെറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ രുക്കു ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അർച്ചന റൂമിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത്. അച്ചു വന്ന് ചേച്ചി എന്ന് വിളിക്കുന്നതും അർച്ചന വേഗം തന്നെ പോയി കേസിന്റെ ഫയലുകൾ എടുത്ത് നോക്കുകയാണ്. അച്ചു അപ്പോ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി എന്നെ ഇങ്ങനെ അവഗണിക്കരുത്, എനിക്കത് താങ്ങാൻ കഴിയില്ല. ഞാൻ ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നെ അടിച്ചോളൂ. ചേച്ചി എന്നെ അടിച്ചാലും എനിക്ക് വിഷമമുണ്ടാവില്ല. പക്ഷേ ചേച്ചി ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത് അതെന്റെ മനസ്സിന് വേദനയാണ്. ചേച്ചിക്ക് എങ്ങനെ എന്നോട് മിണ്ടാതെ നടക്കാൻ കഴിയുന്നു ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ മിണ്ടാതെ നടക്കുന്നതാണോ നിനക്ക് വിഷമം? നെയ്യും രുക്കവും കൂടി ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചി അപ്പോഴത്തെ ഒരു നിമിഷത്തിൽ എനിക്ക് അങ്ങനെയെല്ലാം പറ്റിപ്പോയി. കുട്ടിക്കാലത്ത് ചേച്ചി എന്നെ എത്രയോ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ചേച്ചി എന്നോട് മിണ്ടാതെ നടക്കുമ്പോൾ എനിക്ക് സങ്കടാവുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അച്ചു നിന്ന് കരയാണ്. എന്നാൽ അർച്ചനയും അച്ചുവും തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്നറിയാൻ രുക്കു റൂമിന്റെ പുറത്ത് വന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. അച്ചുവിന്റെ കരച്ചിലും മാപ്പപേക്ഷയെല്ലാം കണ്ട് രുക്കു പറയുന്നുണ്ട്, ഇവന് നാണമില്ലേ? എന്തിനാണ് അവരുടെ മുന്നിൽ പോയി നാണം കെട്ട് കരയുന്നതെന്നൊക്കെ രുക്കു സ്വയം പറയാണ്. വീണ്ടും അച്ചു അർച്ചനയോട് പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നു, എന്നാൽ പോലും എന്നോട് ക്ഷമിച്ചൂടെ ചേച്ചിക്ക്? എന്നോടുള്ള ദേഷ്യമൊന്നും മാറ്റിക്കൂടെ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന അച്ചുവിനോട് പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അച്ചു. നീ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ടെന്നൊക്കെ. ഒന്നും ഒരു ദേഷ്യം എനിക്കുണ്ടായിട്ടില്ല. സ്നേഹവും കരുതലും കൂടിപ്പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. നീ ഇപ്പോൾ വളർന്ന് വലുതായി, നിനക്കുണ്ടായ മാറ്റങ്ങൾ അറിയാതെ പോയതാണ് എന്റെ തെറ്റ് എന്ന് അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനല്ലേ എല്ലാ തെറ്റും ചെയ്തു പോയത്. രുക്കു ഈ വീട്ടിൽ അപമാനിത ആവരുത് എന്ന് കരുതിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അവള് കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് അച്ചു പറയുമ്പോൾ
അർച്ചന പറയുന്നുണ്ട്, വെറുതെ എന്തിനാണ് രുക്കുവിനെ നീ പറയുന്നത്? അവൾക്ക് ഈ വീടിനെ കുറിച്ച് ഒന്നും അറിയില്ല. നീയാണ് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെയും നീ നാടകമല്ലേ കാണിച്ചത്? നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു വ്യക്തിത്വം എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോ അച്ചു വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി ഇനിയും എന്നെ കുറ്റപ്പെടുത്തരുത്, എനിക്ക് മാപ്പ് തരണം, ചേച്ചി എന്നോട് ക്ഷമിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അച്ചു അർച്ചനയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. ചേച്ചി എന്നോടൊന്ന് ക്ഷമിച്ചു എന്ന് പറ ചേച്ചി, പ്ലീസ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അച്ചു അർച്ചനയുടെ കാലിൽ വീണ് കരയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ രുക്കു റൂമിലേക്ക് പോവുകയാണ്. അച്ചുവിന്റെ ആ നിൽപ്പ് കണ്ട് വളരെ സങ്കടമുണ്ടെങ്കിലും അർച്ചന ക്ഷമിച്ചു എന്നൊരു വാക്കുപോലും അർച്ചനയോട് പറയുന്നില്ല. പിന്നീട് അച്ചു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ്. റൂമിൽ രുക്കുവാണെങ്കിൽ അച്ചു അർച്ചനയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചതെല്ലാം കണ്ട് ആകെ നാണം കെട്ട് ദേഷ്യത്തോടെ അതും ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത്. വന്നതും അച്ചു കിടക്കാനായി പോകുമ്പോ രുക്കു പറയുന്നുണ്ട്, കിടക്കാൻ വരട്ടെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, അത് കഴിഞ്ഞ് കിടക്കാം. എന്നെ നീ അപമാനിച്ചു, നിന്റെ ചേച്ചിയോട് പോയി മാപ്പ് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്നെ ധിക്കരിച്ചു പോയി അവരുടെ കാലിൽ വീണ് നീ മാപ്പ് ചോദിച്ചു. എല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്നിട്ട് നിന്റെ ചേച്ചി നിനക്ക് മാപ്പ് തന്നോ? ക്ഷമിച്ചു എന്നുള്ള ഒരു വാക്കുപോലും അവര് നിന്നോട് പറഞ്ഞില്ലല്ലോ. നീ കാലു പിടിച്ചപ്പോൾ അവരുടെ ചവിട്ട് കിട്ടാത്തത് നിന്റെ ഭാഗ്യം എന്ന് രുക്കു പറയുമ്പോ അച്ചുവിന് ദേഷ്യം വരികയാണ്. രുക്കു മതി നിർത്ത്, അതേപറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് അച്ചു പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, നീ എന്റെ ഹസ്ബൻഡാണ്, എന്റെ ഹസ്ബൻഡിന് ഒരു അപമാനം ഉണ്ടാവുന്നത് അതെനിക്ക് താങ്ങാൻ കഴിയില്ല. നീ അവരോട് മാപ്പ് ചോദിക്കണ്ടായിരുന്നു അച്ചു, നീ ഇങ്ങനെ നാണം കെടരുതായിരുന്നു, നിന്നോട് അവർക്ക് വെറുപ്പാണ്, അതുകൊണ്ടാണ് നിന്നെ അവര് മെയിൻ ചെയ്യാതെ പോയതെന്നൊക്കെ രുക്കു പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ സഹിച്ചു, അതെന്റെ ചേച്ചിയാണ്, ഞാൻ ക്ഷമ ചോദിച്ച നാണം കെട്ടത് മറ്റാരുടെ മുന്നിലല്ല, എന്റെ ചേച്ചിയുടെ മുന്നിലാണ്. ഇവരെന്റെ ചേച്ചി മാത്രമല്ല, ഞാൻ അവരെ എന്റെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, ഓഹോ, എന്നിട്ടാണോ നിന്നെ നാണം കെടുത്തി വിട്ടതെന്ന് ചോദിക്കുമ്പോ അച്ചുവിന് വീണ്ടും ദേഷ്യം വരികയാണ്. അച്ചു എന്നിട്ട് പറയുന്നുണ്ട്, നിർത്തടി, ചേച്ചി എന്നെ നാണം കെടുത്തിക്കോട്ടെ, എനിക്കത് പ്രശ്നമല്ല, അവരാണ് എന്നെ വളർത്തി ഇത്രയും എത്തിച്ചത്, അവരെന്നെ ഒന്ന് തല്ലിയാൽ ഞാൻ അത് കൊള്ളും. ചേച്ചിയുടെ മടിത്തട്ടിൽ ഉണ്ടും ഉറങ്ങുകയും ചെയ്ത എനിക്ക് അവരുടെ തല്ലും തലോടലും പെറ്റമ്മയെ പോലെയാണ്. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് നീ കൂടുതലൊന്നും ചേച്ചിയെ കുറിച്ച് സംസാരിക്കണ്ട എന്ന് അച്ചു പറയുമ്പോ രുക്കു തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് അവരെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ചേച്ചിക്ക് നിന്റെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനമാണ് നീ നൽകുന്നത്, അതുകൊണ്ട് എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്റെ വാക്കിന് നീ വില നൽകിയില്ല, എനിക്കൊരു പുല്ല് വില പോലും നീ തന്നില്ല, പക്ഷേ ചേച്ചിക്ക് നീ വലിയ സ്ഥാനം കൊടുക്കുന്നു. നിനക്ക് ചേച്ചിയാണോ വലുത് അതോ ഞാനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നീ അത് പറയില്ല, നീ ഇപ്പൊ അതിനുത്തരം പറഞ്ഞാലും അത് ചേച്ചി എന്നായിരിക്കും. നിന്റെ ചേട്ടന്മാരും അങ്ങനെ തന്നെയാണല്ലോ, അവര് അവരുടെ ഭാര്യമാർക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത്? ചേച്ചിയെ മാത്രം ആരാധിച്ചു പൂജിക്കാനാണെങ്കിൽ ആങ്ങളമാർ എന്തിനാണ് വിവാഹം ചെയ്തത്? ചേച്ചിയുടെ അടിമയായി ജീവിച്ചാ പോരെ നിങ്ങൾക്ക്? പിന്നെ ഭാര്യയുടെ കടമകൾ കൂടി ചേച്ചിയോട് ചെയ്തു തരാൻ പറ എന്ന് ദേഷ്യത്തോടെ രുക്കു പറയുമ്പോ ഇത് കേട്ട് സഹിക്കാൻ കഴിയാതെ അച്ചു രുക്കുവിന്റെ കാരണത്തടിക്കുകയാണ്. രുക്കു ആണെങ്കിൽ അടികിട്ടിയതിൽ ആകെ ഷോക്കാവുന്നുണ്ട്. രുക്കു സങ്കടത്തോടെ പറയുന്നുണ്ട്, നീ എന്നെ തല്ലിയല്ലേ, നിന്റെ ചേച്ചിയെ പറഞ്ഞാൽ നീ എന്നെ തല്ലുമല്ലേ, ഇനിയുള്ള ജീവിതം നീ നിന്റെ ചേച്ചിയുടെ കൂടെ ജീവിച്ചോ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് രുക്കു പോവാനായി നിൽക്കുമ്പോ അച്ചു രുക്കുവിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാന് രുക്കു അപ്പൊ പറയുന്നുണ്ട്, വീടില്ലാത്ത അനാഥ പെണ്ണല്ല ഞാനും നീയും ഇനി ശരിയാവില്ല, ഇനി എന്നെ നീ തൊട്ടു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് രുക്കു ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ആ രാത്രിയിൽ തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് രുക്കു റെഡിയായി പോവാനായി നിൽക്കുകയാണ്. അച്ചുവും മഞ്ജുവും രമ്യയും ചിന്നുവും എല്ലാവരും തന്നെ രുക്കുവിനോട് പോവണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും രുക്കു ദേഷ്യത്തോടെ ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ ഇവിടുന്ന് പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, സംസാരിച്ചാൽ ഇത് എവിടെയും എത്തില്ല. അച്ചു പറഞ്ഞാൽ ഞാൻ നിൽക്കാൻ, ഞാൻ അമ്പാട്ട് വീട്ടിലെ കുട്ടിയല്ല, ചന്ദ്രകാന്തത്തിലെ സന്തതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രുക്കു അവിടെ നിന്നും ഇറങ്ങാനായി നിൽക്കുമ്പോ അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. രുക്കുവിനെ കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, രുക്കു ഇതെങ്ങോട്ടാണ്, എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, എന്താണ് സംഭവം എന്ന് നിങ്ങൾ നിങ്ങളുടെ അനിയനോട് ചോദിച്ചാൽ മതി, ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത മോശമായ പ്രവൃത്തിയാണ് അവൻ എന്നോട് ചെയ്തത്. രമ്യ ചേച്ചിക്കും മഞ്ജു ചേച്ചിക്കും ഭർത്താക്കന്മാരുടെ തല്ലുകൊള്ളുന്നത് ശീലമായിരിക്കും, പക്ഷേ എനിക്കത് അഭിമാന പ്രശ്നമാണ് എന്ന് രുക്കു പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, രുക്കു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് സംസാരിച്ച് തീർക്കാം, നീ അകത്തേക്ക് പോയെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, നോ, ഞാൻ അകത്തേക്കില്ല, നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, സഹോദരന്മാരുടെ ഭാര്യമാർക്ക് നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയാം, ഇവിടെ നിന്നാൽ എനിക്കൊരു നീതിയും കിട്ടില്ല, വന്നപ്പോ തൊട്ട് ഞാൻ എല്ലാം കാണുന്നുണ്ട്, ഇതേപോലെ അവൻ എന്നെ കിട്ടില്ല, ഞാൻ അതുപോലെ ആവുമില്ല, ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞ് രുക്കു അവിടെ നിന്ന് ഇറങ്ങാനായി നിൽക്കുമ്പോഴേക്കും ടാക്സി വരുന്നുണ്ട്. പിന്നീട് രുക്കു അതിൽ കയറിക്കൊണ്ട് പോവുകയാണ്. അർച്ചന അപ്പോൾ അജുനോട്
അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ രുക്കുവിനെ തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ തല്ലിപ്പോയതാണ് ചേച്ചി എന്ന് പറയാണ്. മഞ്ജു അപ്പൊ ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പോ രുക്കു അത് അവിടെ പോയി ചന്ദ്രകാന്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, പ്രശ്നമാവാതിരിക്കാൻ അവിടേക്ക് വിളിച്ച് ആരും പറയാതിരുന്നാൽ മതി എന്ന് അർച്ചന പറയുമ്പോ മഞ്ജു ഞാനായിട്ട് ആരോടും ഒന്നും പറയാൻ പോണില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ചേച്ചി ഇനി അവര് ഇതിന്റെ പേരിൽ കേസ് കൊടുക്കോ എന്ന് രമ്യ ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, അറിയില്ല. എടാ അച്ചു നീ എന്തിനാടാ അവളെ തല്ലാൻ പോയതെന്ന് അർച്ചന ചോദിക്കുകയാണ്. അച്ചു ഇപ്പൊ പറയുന്നുണ്ട്, ചേച്ചിയോട് ക്ഷമ ചോദിക്കരുതെന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടു, ക്ഷമ ചോദിക്കാതിരിക്കാൻ എനിക്കാവില്ലായിരുന്നു, അങ്ങനെ ഒരു ചതിയല്ലേ ഏട്ടന്മാരോടും ചേച്ചിയോടും ഞാൻ ചെയ്തത് എന്ന് അച്ചു പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എന്തായാലും നീ അവളെ തല്ലാൻ പാടില്ലായിരുന്നു, അവളുടെ ഏട്ടൻ എന്നെ തല്ലുന്നത് കണ്ട് കരഞ്ഞു വളർന്നതല്ലേ നീ എന്നൊക്കെ അർച്ചന പറയുമ്പോ അച്ചുവിനാകെ സങ്കടാവുന്നുണ്ട്. താൻ ചെയ്തത് തെറ്റായി പോയി എന്ന് അച്ചുവിന് തോന്നുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.